നെക്സ്റ്റ് റെഡി. എടാ പൊന്നിക്കരെ, കുട്ടിയായിട്ട് കളിച്ചിട്ട് ആ കോണിങ് എടുത്തോണ്ട് വാടോ. എന്തിനാണ് കോണി? വയറൊന്ന് മുകളിലേക്ക് എടുക്കാനാ. വയറ് മുകളിലേക്ക് എടുക്കാൻ എന്തിനാടാ? ദേ ഇങ്ങനെ ബ്രീത്ത് പിടിച്ചാ പോരെ. ആ വയറല്ല, ഈ വയറൊന്ന് പൊക്കി മുകളിലേക്ക് എടുക്കാനാ. അതിനാണ്. എന്നാ നീ തൈസി ചവിട്ടി കയറിക്കോ. പേടിക്കണ്ട, നീ തൈസി ചവിട്ടിക്കോ. ആദ്യം തൈസി ചവിട്ട, പിന്നെ ഷോൾഡറിൽ കയറുക. അങ്ങനെയാണ് വിങ്സ്. 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. കേറാൻ തൈസി ചവിട്ടി കയറ്. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? എന്താ ഈ കാണിക്കണേ? വൈകി അങ്ങ് മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? വെറുതെ അല്ല ഈ പണ്ടാറിന്റെ അകത്തിരിക്കുക. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? താൻ കേൾക്കണത് എങ്ങനെയാ? ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. എന്താ ഇത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി. ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. വെറുതെ വൃത്തിയേട് കാണിക്കരുത്. ഞാൻ ചുമ്മാ ദൈവത്താണ് ഇട്ടുണ്ട്. എന്താ കാണാ? എനിക്ക് വിശ്വാസമില്ല. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതം എന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. കൂരകൾ തോറും നമ്മുടെ പണ്ടറടങ്ങോറിനിടിഞ്ഞു തോന്നുന്നത്. അടിപതരാതെ ബാക്ക്ബോൺ. ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ. അതിനെന്താണാവ്? എന്ത് പണ്ടാവിനാവട്ടെ. എന്താ എന്തു പറ്റി? അടി പിടിച്ചുട്ടാ. മസിൽ അടി പിടിച്ചു. ബോഡി ആരെങ്കിലും എടുത്തോട്ടോ. ഇങ്ങോട്ട് വന്നേ. പിടിച്ചേ. മസിൽ ഉടക്കാതെ കൊണ്ടോ. അതെ, എന്നെ എവിടേക്കാ കൊണ്ടോണേ? അടുപ്പിന്റെ മുകളിൽ വെക്കാൻ. അപ്പൊ തീ ഉണ്ടാവില്ല അടിയില്? പിന്നെ നീര് പോണ്ടേ? അതെ, ഈ മുത്തച്ഛന്റെ അടുത്തേക്ക് ഒന്നും നീക്കി പിടിച്ച തന്നെ. ഒരു കാര്യം പറയാണ്ട്, ഇവിടെ ഒരാള് മരിക്കാൻ കിടക്കുമ്പോ ഹാർമോണിയം വായിച്ച് കളിക്കാ. ഏത് മസിൽ?